സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ വന്ന ഗെയിം വെച്ചാൽ ഗോഡ് സിമുലേറ്റർ ഗൈസ്. അതായത് ആട് ജീവിതമാണ് നമ്മളെ പിന്നെ കളിക്കാൻ പോകുന്ന ഗെയിം. അപ്പൊ ഈ ഗെയിം എന്തായാലും എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുപ്പിഡ്, ഞാൻ കണ്ണിലെ ഏറ്റവും വിയേർഡസ്റ്റ് ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും എൻ്റെ കൂടി ഈ ഗെയിം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ വീഡിയോ സാധിക്കും. അപ്പൊ ഗൈസ്, കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് ദിസ് ഫണ്ണി ജേർണി വിത്ത് നമ്മളിപ്പോ ഗെയിമിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളെ ഗെയിം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഗെയിമിൽ ഒരു ആടാണ് ഗൈസ്. നമ്മളൊരു സാധാരണ ഒരാടല്ല. അപ്പൊ ഈ ഗെയിമിൽ ഞാൻ ഇപ്പൊ ഈ ഒരു ആട് എന്ന് പറയുമ്പോൾ സാധാരണ അല്ല, നമുക്ക് കുറെ പവറുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആട് ജീവിതമല്ല, ഇത് ഈ നാട് നമ്മളാണ് ഈ ഭരിക്കാൻ പോകുന്നത്. ആൾക്കാർ നമ്മളെ കണ്ട് ഓടണം. സാധാരണ നമ്മൾ ആടുകൾ ആൾക്കാരെ കണ്ടാണ് ഓടാറ്. അപ്പൊ ഇനി മുതൽ ആളുകൾ നമ്മളെ കൊണ്ടോടണം. കണ്ടോ, എന്റെ മുഖം കണ്ടോ? പക്ഷെ എനിക്ക് ഈ മുഖത്തിന് എന്തോ ഒരു പ്രശ്നമുള്ളോ എനിക്ക് തോന്നുന്നുണ്ട്. നാവ് പുറത്തിട്ടിട്ട് നമുക്ക് നടന്നു നോക്കാം. അപ്പൊ നമുക്ക് മേലൊരു ഒബ്ജക്റ്റീവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവ് ജമ്പ് ഓവർ ദ ഓബ്സ്റ്റാക്കിൾ. ഇതിന് നേരെ നമുക്ക് ജമ്പ് ചെയ്യാം. അയ്യോ ചത്ത. ഇത് എങ്ങനെ എണീക്കുക? ഇതിനകത്ത് എണീക്കാൻ വേണ്ടി ചെക്കണം തോന്നുന്നു. ഓക്കെ, എണീച്ചിട്ടുണ്ട്. ജമ്പ് ഓവർ ഒബ്സ്റ്റക്കിൾ, അതാണ് നമ്മളെ ഇത്. പക്ഷെ എന്റെ ഫോണിൽ ലാഗ് അടിക്കുന്നു ഗൈസ്. ഇത് ചെയ്യാ, ഫോണിൽ ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, എന്നെ പോലത്തെ ഒരാടുണ്ട് ഇവിടെ. ഈ നാട്ടിൽ ഞാനാണ് രാജാവ്. നീ ഇവിടെ ആവശ്യമില്ല കേട്ടോ. കേട്ടോടാ, മറ്റയാ കുറ്റം. അത്രേ ഉള്ളൂ ഗൈസ്. നല്ല ഹൈ എൻഡ് ഡിവൈസ് ഉണ്ട്, നല്ല അടിപൊളി കളിയോ കേട്ടോ. പിന്നെ എന്റെ സ്ഥലത്ത് വന്നിട്ട് എന്നെ തന്നെ ഇതാക്കുന്നു. നമുക്കിനി ഇവിടെ നമ്മൾ തട്ടുന്ന എല്ലാരും ചത്തു നോക്കിയാണ്. നമുക്ക് നമ്മളാണ് ഈ നാട്ടിലെ സൂപ്പർ ആട്. നമ്മൾ തട്ടുന്ന എല്ലാരും ചത്തു പോകുന്നുണ്ട്. അത് കൊള്ളാം. എന്റെ ഫോണിന്റെ ലാഗും കൊള്ളാം, എല്ലാം കൊള്ളാം. ഏതായാലും കുറെ ബട്ടൺ സെറ്റ് ഉണ്ട്. ഈ ബട്ടൺ എന്ന് പറയുമ്പോ ഈ ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ കിടന്നുറങ്ങും. അല്ലെ രാവിലെയാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ല. കുത്തി വളർത്തിയിടാം നമുക്ക് എല്ലാവരും. കണ്ടോ, ആ കുത്തും എനിക്ക് ചെറിയ നമ്മുടെ ആദ്യത്തെ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ നാടിന്റെ പേരാണ്, ഞാനിട്ട പേരാണ്, സാൻഡി ഇട്ട പേരാണ് ആട്ടാണി. യെസ്, ഈ നാടിന്റെ പേരാണ് ആട്ടാണി. അപ്പൊ ആട്ടാണിയില് ഈ ആടാണ് രാജാവ്. നമ്മൾ ആദ്യത്തെ ഇവനായിരുന്നു ഗൈസ് എന്നെ അറുത്ത് മട്ടനാക്കി കറിയാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. ഇവന് നമുക്ക് ഓടിക്കണം, നമുക്ക് പണി കൊടുക്കാം. നമുക്ക് ഈ സ്വിച്ച് വെക്കാൻ സ്വിച്ചാണ് ഇതെന്ന് തോന്നുന്നു. നോക്കാം, നോക്കിയിട്ടുണ്ട്. ചൊല്ലാൻ പറ്റുന്നവാ ഇവനെ ഇന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. ഇവനായിരുന്നു എന്നെ ഒന്ന് മട്ടന കറിയാക്കി വെച്ചത്. ഈ ഗെയിമിന്റെ ഡെവലപ്പർ എന്തിനാണ് ഈ ഗെയിം ഉണ്ടാക്കിയത് പുള്ളിക്കോലും അറിയില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് എന്തൊരു വിയേർഡായിട്ടുള്ള ഗെയിമാണ്. ഇതിന്റെ ഇത് നോക്കൂ, ഇതിന്റെ ആ ഒരു ഫിസിക്സും ആ ഒരു സിസ്റ്റവും നോക്കൂ. ഒരാട് ബാക്കിയുള്ള മനുഷ്യരെയൊക്കെ കൺട്രോൾ ചെയ്യും. ഇത് എന്തൊരു ഗെയിമല്ല. ആടിനെ വേണ്ടിയില്ല, ഇതുപോലെ മനുഷ്യരെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഓടിച്ചു കളിക്കാം. എന്തൊരു വിയേർഡ് ഗെയിമാണെന്ന് നോക്കി. ഇവിടെ ഇവനൊന്നും അല്ലാത്ത ഇവിടെ ഇവൻ ഇങ്ങനെ കൊണ്ടുപോയി. കണ്ടോ, എന്തൊരു വിയേർഡ് ഗെയിമാണിത്. പക്ഷെ കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ആരോ ഡ്രിഫ്റ്റ് അടിക്കുന്നു. ആരാണ് ആട്ടാണിയിലെ ഡ്രിഫ്റ്റ് അടിക്കാൻ എന്നോട് ചോദിക്കണം. ആട്ടാണിയിൽ ആരോ ഡ്രിഫ്റ്റ് അടിച്ചേ? ഇവരോ ചത്തോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഗെയിം പ്ലേ ആകുമ്പോ ഹെഡ്സെറ്റ് വെച്ച് കാണും. ഓക്കെ, അല്ല അടിപൊളി ഒരു ഫണ്ണി അല്ല. എന്താ ഇപ്പോ ഈ ഗെയിമിന് ഇപ്പൊ എന്താ പറയാ, ജസ്റ്റ് നമ്മൾ മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യുന്നു, അതാണ് ഈ ഗെയിം. അങ്ങനെയാണ് ഇതിന്റെ ഡെവലപ്പർ ഈ ഗെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, കൊണ്ടുവരുന്ന കാര്യം എന്തോര് ആ നല്ല നല്ല സീനൊന്നും കിട്ടുന്നില്ല. ലാഗ് അടിക്കുന്ന വല്ലാണ്ട്.
എന്ത് ചെയ്യാനാ? ഫോണ് മാറ്റേണ്ട സമയമായില്ലേ? നിങ്ങൾ കമ്പനി തന്നെ ഫോൺ മാറ്റി കേട്ടോ, എത്രയും പെട്ടെന്ന്. ഇതെന്താ? അയ്യോ, തട്ടുമ്പോഴത്തേക്കാണ് തെറിച്ചോ ഇവനി. അത്രേ ഉള്ളൂ ഗൈസ്. ഇങ്ങനെ അവനെ വിട്ടാക്കി, അവനെ ജീവിക്കട്ടെ. ഓക്കെ, ഒരു ജമ്പിങ് ഓവർ ഒബ്സ്റ്റക്കിൾ. ഇവനൊക്കെ വന്നു എഴുതി, ഇവനൊക്കെ മനുഷ്യനാണ്, എല്ലാം കഴുതയാണ്. ഇതെന്താ ഷോറൂം ഗൈസ്? ആടിന്റെ വാല് ഇതെന്താ ചന്തിയോ? നമ്മളൊക്കെ ഉണ്ടോ? നമ്മളെ കണ്ടിട്ടില്ലോ. ഇതാണ് നമ്മളൊരു അടിപൊളി അമ്മണി ആടാണ് ഗൈസ്. അപ്പൊ അമ്മണി ആടായിട്ടാണ് നമ്മളിന്ന് കളിക്കുന്നത്. ഇപ്പാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മളെ അമ്മണി ആട്, ആട്ടാണിയിലെ അമ്മണി ആട്. ഹലോ ബ്രോ, ഹലോ ബ്രോ, ഇതാ നോക്കുന്നേ. ഹലോ ബ്രോ, ഹലോ. ഇൻഡാക്ക് ബ്രോ, എന്താണ് ബ്രോ മുട്ടയാ? ഈ വണ്ടി വരുന്നത് സ്റ്റക്കായി ഫോൺ സ്റ്റക്കായി. അത്രേ ഉള്ളൂ. ഗെയിമാണ് ഇത്. നമ്മൾ ഒന്ന് തൊട്ടു, ആള് വീണു. അത്രേ ഉള്ളൂ. അടി തന്നെ പറന്നു പോയോ? എവിടെ? എന്താ ഇതെന്നാ? ഇന്ന് എലക്ഷനാ. ഇവിടെ എന്തോ ഒരു ഇത് നടക്കുന്നുണ്ട് കേട്ടോ, സമരാന്ന് തോന്നുന്നു. എന്നാ നമുക്ക് പോയി സമരത്തിച്ചു തരാം. എന്നാ സമരം എന്താ? നോ പോയിന്റ് ഫുഡ്, നോ പോയിന്റ് ഫുഡ്, നോ പോയിന്റ് ഫുഡ്, നോ പോയിന്റ് ഫുഡ്, നോ പോയിന്റ് ഫുഡ്. ഞങ്ങൾ ഇവിടെ നിരാഹാരം നടത്തും. നോ പോയിന്റ് ഫുഡ്. വേറെ എന്താ? എല്ലായിടത്തും നോ പോയിന്റ് ഫുഡാ. നോ പോയിന്റ് ഫുഡ് വെച്ചാൽ ഇംഗ്ലീഷ് കുറച്ച് വീക്കാണ്. ചേച്ചിയൊക്കെ ഒരേ സമരം വിളി. നമുക്ക് എന്ത് ചെയ്യാം? വിനയം കൂടിയിടാം. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നിങ്ങൾ ഒന്നും വേണ്ടിക്കണ്ട, എല്ലാം നടക്കും, എല്ലാം ശരിയാകും. അമ്മണിയാട് വരും, എല്ലാം ശരിയാകും. അല്ല ബ്രോ, ഓടണ്ട, ഞാൻ നന്നാക്കാവുന്നേ. അയ്യോ വെറുതെ അല്ല ഓടണ്ട. ഇവരൊക്കെ ഓടുന്നു. അവിടെ നോക്കുക. ഈ പച്ച ഷർട്ടിട്ട് ബ്രോക്ക് മാത്രമേ കുറച്ച് ബുദ്ധിയുള്ളൂ. സമരം പിടിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഈ ഗോഡ് സിമുലേറ്റർ അമ്മണിയാടായിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. അപ്പോൾ ഞാൻ ഒരു ഹൈ എൻഡ് ഡിവൈസ് വാങ്ങുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക ഗൈസ്. റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഞാനൊരു പുതിയ ചാനലാണ് നമ്മളിത്. നിങ്ങൾക്ക് എൻ്റെ ഈ മുഖം പരിചയം ഉണ്ടായില്ല. അപ്പൊ ഇനി മുതൽ നമുക്ക് അടിപൊളിയായി മുന്നോട്ട് പോകാം ഗൈസ്. അപ്പൊ ഇത്രയ്ക്കുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഗൈസ്. എവിടെയും പോകുന്നില്ല, അടുത്ത വീഡിയോ റെഡിയാക്കാൻ പോട്ടെ. ബൈ.